ഇന്ന് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ്. ഇന്ന് കുചേല ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഇന്ന് എല്ലാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഗുരുവായൂരിൽ ഇന്ന് വളരെ പ്രാധാന്യമുള്ള ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ വന്ന ദിവസത്തിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ കണക്കാക്കപ്പെടുന്നത്. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് പിരിഞ്ഞതിന് ശേഷം പിന്നീട് സുദാമാവ് ശ്രീകൃഷ്ണനെ കണ്ടിട്ടില്ല. ദാരിദ്ര്യ ദുഃഖം വളരെയധികം അനുഭവിച്ച കാലഘട്ടത്തിൽ ഭാര്യയുടെ നിർബന്ധപ്രകാരം ഒരു പിടി അവിലുമായിട്ട് ഭഗവാനെ കാണാൻ പോകുന്നതാണ് കുചേലൻ. അവിടെ എത്തിയ കുചേലനെ വളരെയധികം സ്നേഹാതിരത്തോടെ ശ്രീകൃഷ്ണൻ സ്വീകരിക്കുകയും അദ്ദേഹം എല്ലാ അനുഗ്രഹങ്ങളും നൽകി കുചേലനെ യാത്രയാക്കുകയും ചെയ്യുന്നു. ഈ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഓർമ്മ പുതുക്കൽ പോലെ ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും അവിൽ സമർപ്പണമാണ് വളരെ പ്രാധാന്യം. എല്ലാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും അതേപോലെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലുമൊക്കെ അവിൽക്കിഴി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് റെസിപ്റ്റ് എഴുതി അത് വാങ്ങി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവരവരുടെ വീട്ടിൽ നിന്ന് നല്ല അവിലെടുത്ത് വൃത്തിയാക്കി ഒരു കിഴി കെട്ടി നമ്മുടെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഭാഗവതത്തിലെ കുചേലഗതി ഭാഗമൊക്കെ വായിക്കുന്നത്, അതുപോലെ നാരായണീയത്തിലെ കുചേലാഖ്യാനമൊക്കെ വായിക്കുന്നത് ഏറ്റവും നല്ലതാണ് വായിക്കാൻ അറിയാവുന്നവർക്ക്. ഇല്ലെങ്കിൽ നാരായണ നാമോ ഹരേ രാമ നാമമൊക്കെ ചെല്ലുന്നത് ഏറ്റവും വളരെ നല്ലതാണ് ഇന്നത്തെ ദിവസം. ഇന്ന് അടുത്തുള്ള ഏതെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിലും അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രമോ അതുപോലെ ഭഗവാന്റെ അംശാവതാരമുള്ള ഏത് ക്ഷേത്രത്തിലെങ്കിലും പോയി നമ്മൾ അവിൽ സമർപ്പണം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇന്നത്തെ ഏറ്റവും പ്രാധാന്യം അതാണ്. അങ്ങനെ ഞാനും അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അവിടേക്ക് പോകണമെന്ന് കരുതി ഒരുങ്ങിയതാണ്. അപ്പോഴാണ് ഞാനിതൊക്കെ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും ഒരു പിടി അവിലെങ്കിലും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. കുചേല ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും അമ്പലങ്ങളിലൊക്കെ പോവുക, അതുപോലെ അവിലൊക്കെ സമർപ്പിക്കാൻ പറ്റുന്നവർ അതൊക്കെ ചെയ്യുക എന്നതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും അതുകൊണ്ട് തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.